സ്വന്തമായിട്ടേ ഒരു വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് തുടങ്ങി വെച്ചൊരു ശീലമാണ് പകൽ ഫുള്ള് ഫ്രീ ആയിട്ടിരിക്കുക, രാത്രി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കുക എന്നുള്ളത്. അതായത് നാളത്തേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ രാത്രി ചെയ്തു വെക്കും. അങ്ങനെ ചെയ്താലേ രാവിലെ നമ്മൾ ഭയങ്കര ഫ്രീ ആയിരിക്കും കേട്ടോ. ഇന്നലെ രാത്രി തന്നെ സാമ്പാറും അവിയലൊക്കെ ഉണ്ടാക്കിയുണ്ട്. ഇന്ന് കുറച്ച് ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു. ഞാൻ നേരെ നമ്മളെ ഫ്രൂട്ട്സ് ഗാർഡനിലേക്ക് ഇറങ്ങി. അബിയൊക്കെ അതവിടെ പഴുക്കാനായി നിന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ പേരക്കയിലൊക്കെ കവർ കെട്ടിനി. ഇതാ തൈകളൊക്കെ ഇവിടെ നടാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൈകൾ വെക്കണമെന്നുണ്ടെങ്കിൽ മുറ്റാദ്യം റെഡിയാക്കാനുണ്ടായിരുന്നു. മതിൽ പണി കഴിഞ്ഞതിന് ശേഷം മണ്ണൊക്കെ തട്ടിയിട്ട് ഇനി ആ തൈകളൊക്കെ വെക്കണം. ഞാനും കുട്ടികളൊക്കെ പുറത്ത് നടക്കുന്ന സമയത്ത് പൂമോള് വേഗം അകമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിട്ടോ. ഇതാ അപ്പോഴേക്ക് 4 ലോഡ് മണ്ണൊക്കെ എത്തിയിട്ടുണ്ട്. ഇക്ക പറഞ്ഞ് എല്ലാ വീഡിയോയിലും നീ ഇങ്ങനെ ചെയ്യുന്നതാണ് കാണുന്നത്, ഞാൻ ചെയ്യുന്നത് ഒരു വീഡിയോയിലും ഇല്ലല്ലോ, മര്യാദക്ക് ഇത് വീഡിയോയിൽ ഇടുമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എടുപ്പിച്ചതാണ്. നല്ല അവിയലും പപ്പടവും അച്ചാറും അതുപോലെ തന്നെ പയറുപ്പേരിയൊക്കെ ഉണ്ട് കേട്ടോ. കാക്കാനോട് വിളിച്ചിട്ട് പപ്പടവും അച്ചാറൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞതായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഒരു സദ്യ മൂഡിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഈവനിങ്ങിൽ അപ്പൂസിനൊരു പഴമൊക്കെ വാട്ടിക്കൊടുത്ത് അവൻ അതൊക്കെ കഴിച്ചതിന് ശേഷം 3 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറുന്നത്. ഇക്ക റേഷൻ കടയിൽ പോയിട്ട് അരിയൊക്കെ ഒന്ന് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. കോഴികൾക്ക് കൊടുക്കാനേ കൊണ്ടുവന്നിട്ടുള്ള അരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മളും അത് വെച്ച് കഴിക്കൂട്ടോ. ഞാനങ്ങനെ തരം താഴ്ത്തി പറഞ്ഞതൊന്നും അല്ല കേട്ടോ. ആ സമയത്ത് ചായക്ക് കടിയൊക്കെ കൊണ്ടുവന്ന് ചായയൊക്കെ കുടിച്ച് സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും സിങ്കിൽ പാത്രങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. എവിടുന്ന് അത് വരുന്നൊന്നും അറിയില്ല കേട്ടോ. ആ സമയത്ത് ഞാനൊരു 2 ലോഡ് മണ്ണൊക്കെ നിരത്തി കയ്യിൽ നിന്ന് പോയി. നല്ല തലവേദന കേട്ടോ. കുളിച്ചിട്ടൊന്നുമില്ല. ഞാനും പൂമോളും ആരും ഒന്നും കുളിച്ചിട്ടില്ല. അപ്പൂസ് മാത്രമേ കുളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനും പൂമോളും പിന്നെ ജോവി അപ്പൂസൊക്കെ ചന്ദ്രേട്ടൻ്റെ വീട്ടിലൊക്കെ പോയി കുറേ സമയം അവിടേക്ക് ഇരുന്ന് മഗ്‌രിബ് കൊടുത്തപ്പോൾ വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് ഇക്ക ചിക്കൻ കൊടുന്നിട്ട് മന്തി വെക്കാമെന്ന് പറഞ്ഞു. ഇന്നും പിന്നെ മന്തി വേണം, കുറച്ച് ഫ്രൈ ചെയ്തിട്ട് സാമ്പാറും അവിയലൊക്കെ അല്ലേ അത് പോരെ ചോദിച്ചപ്പോൾ ഇക്കാക്ക് പറ്റൂല, എന്തായാലും ഒന്ന് മന്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ആ ഒരു മന്തിൻ്റെ കിറ്റുമ്പോൾ തന്നെ റെസിപ്പി ഉണ്ട്. ഞാൻ സാധാരണ ആ ഒരു റെസിപ്പി ട്രൈ ചെയ്യലില്ല. ഇന്ന് പെട്ടെന്ന് കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് നോക്കി. മാഷാ അല്ലാ, ഒരു രക്ഷയില്ല കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മന്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനുണ്ടാക്കി ഞാൻ പൊങ്ങച്ചം പറയണമെന്നും വിചാരിക്കേണ്ട. ഇതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല, ആ ഒരു കിറ്റിലുണ്ടായിരുന്ന ആ ഒരു റെസിപ്പിക്കാണ്. ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഇതൊന്നും പറയല്ല കേട്ടോ. കറക്റ്റ് അത് ഫോളോ ചെയ്തപ്പോൾ റൈസൊന്നും ഒട്ടി പിടിക്കാതെ നല്ല മന്തി കിട്ടിയിട്ടുണ്ട്. ഇന്നലെ മയണൈസ് ഉണ്ടാക്കിയതിൽ വിനാഗിരി ഏറിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് മിനുക്ക് പണിയൊക്കെ നടത്തിയിട്ട് മയണൈസ് അങ്ങോട്ട് വേറെ റേഞ്ചൊക്കെ ആക്കിട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ സിറ്റ് ഔട്ടിൽ പോയിട്ട് സംസാരിച്ചിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.